ഹായ്, ഞാൻ എജി. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയ ഡെൻഡ്രോബിയത്തിൻ്റെ കാറ്റലോഗ് എത്തിയിട്ടുണ്ട്, നമ്മുടെ പ്ലാന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കളേഴ്സ് തന്നെ നമുക്ക് ഈ ഒരു ബാച്ചിലുണ്ട്. നിങ്ങൾ ചോദിക്കണ എപ്പോഴും എൻക്വയറീസ് വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ദീപാവലി ഓഫറായിട്ട് നമ്മൾ 650 രൂപയുടെ 5 പ്ലാന്റിൻ്റെ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പ്രീ ബുക്കിംഗ് ഇനിയും കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റൊക്കെ എത്തി നമ്മൾ സെറ്റിങ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ഫെർട്ടിലൈസറും അതുപോലെ തന്നെ അതിൻ്റെ ഫംഗസൈഡും നമ്മൾ അടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ ഈ ഒരു ഓർക്കിഡിൻ്റെ ചെറുതായിട്ടുള്ള ഒരു പോട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കെയറിങ്ങും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ 2 ഇല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു ബാസ് ഫോളിയർ 19-19-19. ഇത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം നമുക്ക് ഒരേ റേഷ്യോയിൽ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചെടികൾക്കും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു 5 ലിറ്ററിൻ്റെ സ്പ്രെയറിൽ പകുതിയെ വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 2.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ട് നമ്മൾ സാഫ് എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ 19-19 കൂടി ആഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 19-19-19 നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 3 ഗ്രാമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഫെർട്ടിലൈസറൊക്കെ നമുക്ക് ഇതുപോലെ ഹെയർടൈറ്റുള്ള ഒരു ബൗളിലൊക്കെ നമുക്ക് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പ്ലാന്റുകളുടെയൊക്കെ സെറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞു. ആൾ പ്ലാന്റും നമുക്ക് ടാഗുള്ള പ്ലാന്റാണ്. ടാഗുള്ള പ്ലാന്റ് അറിയാമല്ലോ, ഒത്തിരി നമുക്ക് കളക്ഷൻ കൂട്ടുന്നിടത്തോളം നമുക്ക് ഏതൊക്കെ പ്ലാന്റാണ് നമ്മുടെ അടുത്തുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫലനോപ്സിസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. നമ്മളെ അടുത്തുള്ള നമ്മളൊരു എന്ത് ഫെർട്ടിലൈസർ ആണെങ്കിലും ഫംഗസൈഡ് ആണെങ്കിലും നമ്മളെ അടുത്തുള്ള ഓർക്കിഡ് ചെടികൾക്കൊക്കെ മൊത്തത്തിൽ നമ്മൾ കൊടുക്കണം. ഏതേ ഏരിയയിൽ മാത്രം കൊടുത്താൽ പോരാ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫലനോപ്സിസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സൈസും ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ മെച്ചോർഡ് ആയിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്. ഇത് 4 എണ്ണത്തിന് നമ്മളൊരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളേഴ്സ് നമ്മളിപ്പോൾ സെയിലായി പോയിട്ടുണ്ട്. നമുക്ക് കോമ്പാക്റ്റ് ഉണ്ട്, അതുപോലെ സീസർ വെറൈറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ സോണിയ പർപ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചോർഡ് ആയിട്ടുള്ള മദർ പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ സീഡിങ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 25 കളേഴ്സ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. സാധാ കിക്കീസ് അല്ല കേട്ടോ, നമുക്കൊരു മെച്ചോർഡ് ആയിട്ടുള്ള സീഡിങ്സ് ആണ്. 1 ഇയർ ഏജ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. എല്ലാതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സീസർ വെറൈറ്റി ഉണ്ട്, എപ്പോഴും നമുക്ക് എൻക്വയറിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു സീസർ വെറൈറ്റി ഒക്കെ കേട്ടോ. ഡ്രാഗൺ ആണ് അത്. അപ്പോൾ ഇനി നമ്മുടെ സീഡിങ്സിനൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറും അതുപോലെ ഫംഗസൈഡൊക്കെ കൊടുത്ത് ഒരാഴ്ച നമ്മൾ റെസ്റ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. നമ്മളെത്തി സ്ഥിരം ഓരോ കാറ്റലോഗ് വന്നാലും നമ്മളെത്തി പ്ലാന്റ്സുകൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അധികം എൻക്വയറീസ് വരുന്നത് നമ്മുടെ പ്രറ്റി ഡോൾ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോണിയ പർപ്പിൾ ഉണ്ട്, പിന്നെ സോണിയ റെഡ് ഉണ്ട്. അങ്ങനെ നിങ്ങളെപ്പോഴും ചോദിക്കുന്ന കാറ്റലോഗ് തന്നെയാണ് പിന്നെയും നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഒരുപാട് കളേഴ്സൊക്കെ, പിന്നെ അതല്ലാത്ത കളേഴ്സും നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അധികം നിങ്ങളുടെ എൻക്വയറി അനുസരിച്ചിട്ടുള്ള കളേഴ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കോംബോയിൽ 10 മാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പായിട്ടാണ് നമ്മൾ ദീപാവലി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഓഫറും ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിനിമം 5 പ്ലാന്റിൻ്റെ ഒരു കോംബോയും 5 എണ്ണമാണ്. അതും നമുക്ക് 650 രൂപ വെച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്രാവശ്യം നമുക്ക് മെച്ചോർഡായിട്ടുള്ള നിയർ ബ്ലൂമിങ് ആയിട്ടുള്ള സീഡിങ്സ് തന്നെയാണ്, സാധാ കിക്കീസ് അല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടോട് 1 ഇഞ്ച് നമ്മൾ പിന്നെയും പറയും പോട്ടോട് കൂടിയിട്ടാണ് ഞാൻ ആക്ച്വലി. അപ്പോൾ നിങ്ങൾ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ ആ 1 ഇഞ്ച് പോട്ട് മാത്രം റിമൂവ് ചെയ്യുക. അതിന് ശേഷം ആ ഒരു ചകിരിയിൽ വേര് പിടിച്ചിട്ടുള്ള ആ ചകിരി റിമൂവ് ചെയ്യാതെ ജസ്റ്റ് കുറച്ച് വെള്ളം സാഫിൽ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്ത് വെക്കുക.
അതിന് വല്ല ഫംഗസൈഡോ കീടബാധയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് ശേഷം മീഡിയം താഴ്ചയിലും ചെടി മുകളിൽ വരുന്നൊക്കെ രീതിയിൽ റീപോട്ട് ചെയ്യുക. എപ്പോഴും ഒരു 3 ഭാഗം നല്ലൊരു ടൈറ്റ് പോട്ടിങ് കൊടുക്കുക. എന്തെങ്കിലും ഇളക്കമൊന്നും തട്ടാതിരിക്കുക. നമ്മൾ ഹോസൊക്കെ വെച്ച് വെള്ളം നനയ്ക്കുമ്പോൾ ചെടിയിൽ ഇളക്കം തട്ടാതിരിക്കുക. പിന്നെ ഏത് ഏരിയയിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഏരിയയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. റീപോട്ട് ചെയ്ത പാട് വെയിലത്ത് വെക്കരുത്. ജസ്റ്റ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ആവശ്യത്തിന് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും. അവിടെ നമ്മൾ ഹാങ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ജസ്റ്റ് നല്ലൊരു ടൈറ്റും ഒരു ഉറപ്പൊക്കെ കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ തന്നെ നിന്ന് ചെടി പെട്ടെന്ന് വേര് പിടുത്തം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് ഇവിടെ ശരിയല്ല തോന്നി 2 മാസമൊക്കെ ഇവിടെ വെച്ച് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റരുത്. ഏത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഒരു 6 മാസം ഒരേ ഏരിയയിൽ ഇരുന്നാൽ നമുക്ക് ആ ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടാവില്ല. ഒരു ഏരിയയിൽ ഇരുന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാലാവസ്ഥയൊക്കെ ഒന്ന് ചെടിക്കൊന്ന് സെറ്റായി കിട്ടാൻ തന്നെ മിനിമം ഒരു 6 മാസം എടുക്കും. അപ്പോഴേ നമുക്ക് ചെടിയിൽ ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫലനോപ്സിസിൻ്റെ സീഡിങ്സുകളാണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസാണത് 2, 3, 4 ഇലകളുള്ള സീഡിങ്സുകളാണ്. ഇതുപോലെ മോസൊക്കെ വെച്ച് റീപോട്ട് ചെയ്തതാണ്. ഈ ഒരു സീഡിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയുകയാണ്, ഇതിൻ്റെ മീഡിയം ഡ്രൈ ആയതിന് ശേഷം 1.5 കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. ഈ പോട്ടിൽ നിന്ന് ചെടിയൊന്ന് നന്നായി സെറ്റൊക്കെ ആയതിന് ശേഷം റീപോട്ട് ചെയ്താൽ മതി. എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ്. ഇതും നമുക്ക് ദീപാവലി ഓഫറിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയതാണ്. നമ്മൾ 3 പ്ലാന്റിന് നമ്മൾ 800 രൂപയാണ് ഫ്ലവറിങ് ഫലനോപ്സിസിൻ്റെ സീഡിങ്സുകൾക്ക് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണിത് കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് നമ്മൾ വെള്ളത്തിന് നനക്കണ കൂട്ടം പറഞ്ഞു. അതേപോലെ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്തെങ്കിലും വളങ്ങൾ മാറി മാറി കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന വളങ്ങളും മാത്രമേ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഉണ്ടാവുള്ളൂ. ഇനി വല്ല കെയറിങ്ങിനെ കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാം. ബിസി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെ കെയറിങ്ങും മെയിൻ്റെനൻസൊക്കെ ഞാൻ പറയണത്, ഞാൻ എക്സിബിഷന് പോയപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടിയെ കുറിച്ചിട്ട് ഇപ്പോഴും ആളുകൾക്ക് ഒരു ധാരണയില്ല. ഒരുപാട് ആളുകൾ പിന്നെയും നമ്മളോട് ഇങ്ങനെ ചോദിക്കണം, ഇതിന് മണ്ണ് വേണോ, അതേപോലെ ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുക, മീഡിയ എന്താണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അന്ന് ഒരുപാട് ആളുകൾ ഇതിൻ്റെ കരിയും ഇതൊക്കെ കണ്ടേക്കെന്ന് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് പിന്നെയും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ നനച്ചു, അവർ ഫെർട്ടിലൈസർ കൊടുത്തു, സാഫ് നമ്മൾ അടിച്ചു കൊടുത്തു, ലീഫൊക്കെ മൊത്തത്തിൽ നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പ്ലാന്റ് ആവശ്യമില്ലാത്തവരിങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരുപാട് ആവശ്യക്കാർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ അറിയാമല്ലോ, വാട്സപ്പിലുള്ള മെസ്സേജുകളൊക്കെ താഴെ പോവും. അപ്പോൾ ഒത്തിരി നല്ല നല്ല കളേഴ്സ് തന്നെ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.